എന്നാലും സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥി പര്യടനത്തിന് ജില്ലയിൽ തുടക്കമായിരിക്കുകയാണ്. പര്യടനത്തിന്റെ മുന്നോടിയായി അവണിശ്ശേരി സെന്റ് ജോസഫ് പള്ളിയിൽ സുരേഷ് ഗോപി സന്ദർശനം നടത്തിയിരുന്നു രാവിലെ. ഇതോടെ ചേർപ്പ് മണ്ഡലത്തിലെ പര്യടനത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. വികസന നായകനായി തൃശൂരിലെ ജനത സുരേഷ് ഗോപിയെ നെഞ്ചിലേറ്റിയ ആത്മവിശ്വാസത്തിലാണ് BJP നേതൃത്വമുള്ളത്. എം മനോജ് തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. മനോജ്, സ്ഥാനാർത്ഥി പര്യടനം ആരംഭിച്ചിരിക്കുന്നു. തൃശൂരിൽ ആത്മവിശ്വാസത്തിലാണ് NDA മുന്നണിയൊട്ടാകെ. തീർച്ചയായും മനു, വളരെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് BJP നേതൃത്വവും NDA നേതൃത്വവും ഒക്കെ. കാരണം സുരേഷ് ഗോപിയെ പോലൊരു സ്ഥാനാർത്ഥിയെയാണ് തൃശ്ശൂരിലെ ജനങ്ങൾ ആഗ്രഹിച്ചത്. ആ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ BJP ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. അതിനുശേഷം അദ്ദേഹം ഇന്ന് ഈ സ്ഥാനാർത്ഥി പര്യടനത്തിന് ഇറങ്ങുകയാണ്. രാവിലെ തന്നെ അവണിശ്ശേരി സെൻറ്റ് ജോസഫ് പള്ളിയിൽ അദ്ദേഹം സന്ദർശിച്ചു. അതിനുശേഷം അവിടെയുള്ള ഈ പള്ളിയിലെ ഭാരവാഹികളോടെല്ലാം സംസാരിച്ച ശേഷം പ്രാതലും കഴിച്ച ശേഷമാണ് ഇപ്പോൾ ഈ പ്രാതൽ കഴിക്കുവാൻ വേണ്ടിയിട്ട് ഈ അവണിശ്ശേരിയിൽ തന്നെ ആനക്കല്ലിലുള്ള ഒരു കടയിലേക്ക് അദ്ദേഹം എത്തിയിട്ടുള്ളത്. അവിടെ നിന്നും ഇപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും രാവിലെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു, ഇന്ന് കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടത് അത് തീർച്ചയായും വികസനം തന്നെയാണ്. ആ വികസനത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുമ്പോൾ അവിടെ വർഗീയത മുന്നോട്ട് വെക്കുന്നവരാണ് അദ്ദേഹം നേർച്ചയായി സമർപ്പിച്ചിട്ടുള്ള ഈ കിരീടത്തിൻ്റെ അളവ് പോലും എടുക്കുന്നതെന്ന്. അതൊക്കെ തന്നെ വളരെ വ്യക്തമാണ്. കാരണം അദ്ദേഹം സൂചിപ്പിച്ച കാര്യമുണ്ട്, കൊച്ചി മെട്രോ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യം. അതൊക്കെ തന്നെ വലിയ തരത്തിൽ ഈ വിഘടനവാദികളാണ് അതിലൊക്കെ തുരങ്കം വെക്കുന്നത്. അതിനുശേഷം അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, ഈ ഡൽഹി മെട്രോ എന്ന പേരിൽ തന്നെയാണ് ഹരിയാനയിൽ ഓടുന്നത്. അത്തരത്തിൽ വലിയ വികസന കാഴ്ചപ്പാടോടുകൂടിയാണ് അദ്ദേഹം ഈ ഇലക്ഷനെ നോക്കിക്കാണുന്നത്, ജനങ്ങളോട് സംവദിക്കുന്നത്. കാരണം നേരത്തെ തന്നെ ഇലക്ഷന് മുന്നോടിയായി തന്നെ സുരേഷ് ഗോപി ജനങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ആവശ്യങ്ങൾ അദ്ദേഹത്തിന് അറിയുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ചേർപ്പ് മണ്ഡലത്തിൽ പര്യടനം തുടങ്ങുമ്പോൾ അദ്ദേഹം ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ്. ഈ പുറത്തുള്ള ആൾക്കൂട്ടം തന്നെ നമുക്ക് മനസ്സിലാകാം. അദ്ദേഹത്തെ കാണുവാനും അദ്ദേഹത്തോട് സംസാരിക്കുവാനുമായി നിരവധി പേരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അവർക്ക് തന്നെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഒരു തിരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. കാരണം BJP സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി വിജയിച്ചാൽ എന്തൊക്കെയാണ് തൃശ്ശൂരിൽ ചെയ്യുക എന്നുള്ള കാര്യം ഇവിടെയുള്ള ജനങ്ങൾക്കൊക്കെ തന്നെ വ്യക്തമാണ്. നേരത്തെയും ഇവരൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം നടന്ന സ്വീകരണ റാലിയൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. വലിയ തരത്തിലുള്ള ഒരു ജനപങ്കാളിത്തം. അത്തരത്തിൽ സുരേഷ് ഗോപി എന്നുള്ള ഒരു വ്യക്തിത്വത്തിന് തൃശ്ശൂരിൽ ലഭിക്കുന്ന ആ ഒരു സ്വീകാര്യത വളരെ വലുത് തന്നെയാണ്. അദ്ദേഹത്തിനെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങളും ഇവിടെ ഓരോ മേഖലയിൽ നിന്നും ഈ വർഗീയവാദികൾ ഉയർത്തുന്നുണ്ട്. അതിനൊക്കെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് അതിലൊന്നും തന്നെ അവരോട് മറുപടി പറയാനില്ല. കാരണം അതൊക്കെ തന്നെ ഇവിടെയുള്ള ജനങ്ങൾക്കറിയാം എന്തുകൊണ്ട് തന്നെ ജയിപ്പിക്കണമെന്നുള്ള കാര്യം അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എന്താണ് വികസനമെന്നത് തൃശ്ശൂർ അറിയണം. അതിനു വേണ്ടിയിട്ടുള്ള ഈ വോട്ടഭ്യർത്ഥനയാണ് താൻ നടത്തുന്നത്. അതിവിടെയുള്ള ജനങ്ങൾക്കും അറിയാം. മോദിയാണ് ഗ്യാരണ്ടി എന്ന് തന്നെയാണ്. തീർച്ചയായും മനോജ്, അല്പസമയം മുമ്പ് നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണം കണ്ടതുമാണ്. എന്തായാലും മുൻപില്ലാത്ത വിധത്തിൽ ആവേശം, അല്ലെങ്കിൽ ഉള്ളതിനേക്കാളും ഇരട്ടിയായിരിക്കുകയാണ് അണികളുടെയും ഓരോ പ്രവർത്തകന്റെയും ഒരുപക്ഷെ തൃശ്ശൂർ ജനതയുടെയും ആവേശം. കാരണം ദേശീയ ശ്രദ്ധയിൽ പോലും ഇടം പിടിച്ച ഒരു ലോക്സഭാ മണ്ഡലമായി തൃശ്ശൂർ മാറിക്കഴിഞ്ഞ ഒരു സാഹചര്യം കൂടിയുണ്ട്. എങ്ങനെയാണ് അവിടുത്തെ ജനത ഈ ഒരു സാഹചര്യത്തെ നോക്കിക്കാണുന്നത് എന്നതുകൂടി ശ്രദ്ധേയമാവുകയാണ്. തീർച്ചയായും വളരെ വലിയ തരത്തിലുള്ള ജനപിന്തുണ തന്നെയാണ് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ ലഭിക്കുന്നത്. അവരൊക്കെ തന്നെ കഴിഞ്ഞ ദിവസവും ജനങ്ങൾ നമ്മളോട് പ്രതികരിച്ചതാണ്, എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ എന്തുകൊണ്ട് സുരേഷ് ഗോപി വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തൃശ്ശൂർ ഇപ്പോൾ ആൾ MP അല്ലാണ്ടോ MLA അല്ലാണ്ടോ തന്നെ ഒരുപാട് കാര്യങ്ങൾ തൃശ്ശൂരിന് വേണ്ടി ചെയ്തിട്ടുള്ള ആളാണ്. പ്രത്യേകിച്ച് അവണിശ്ശേരി പഞ്ചായത്തിൽ ദത്തെടുത്ത അവണിശ്ശേരി പഞ്ചായത്തിൽ ആൾ രാജ്യസഭ MP ആയിരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അവണിശ്ശേരി പഞ്ചായത്തിലത്തെ ഓരോ ആളുകൾക്ക് വേണ്ടി ചെയ്തു. നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പഞ്ചായത്തിലെ ഹെൽത്ത് സെൻ്ററിന് വേണ്ടിയിട്ട് ഒരു പുതിയ കെട്ടിടം, അംഗനവാടി കെട്ടിടം അതൊക്കെ തന്നു. അപ്പോൾ നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ നല്ലൊരു മനുഷ്യനായ ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ ജയിക്കുകയാണെങ്കിൽ തൃശ്ശൂരിൻ്റെ മുഖച്ഛായ തന്നെ മാറുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. തീർച്ചയായും എല്ലാ ജനങ്ങളും അദ്ദേഹത്തിനോടൊപ്പം നിന്ന് അദ്ദേഹത്തെ വിജയിപ്പിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. LDF UDF മുന്നണികളെ കുറിച്ച് എന്താണ് അവരുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നു? അവണിശ്ശേരി പഞ്ചായത്തിലാണോ ഉദ്ദേശിക്കുന്നത്? മുഴുവനായും തൃശ്ശൂർ കഴിഞ്ഞ പ്രാവശ്യം MP ആയി പോയിട്ടുള്ള പ്രതാപൻ സാധാരണ ആളവിടെ ഒരു അവണിശ്ശേരി പഞ്ചായത്തിൽ ഒരു ഉദ്ഘാടനത്തിന് വന്ന സമയത്താണ് MP ആയി പോയതിന് ശേഷം ഞങ്ങൾ കണ്ടത് തന്നെ ആളെ. ഇതുവരെ ഒരു പഞ്ചായത്തിലേക്ക് ഒരു ഫണ്ടോ മറ്റു കാര്യങ്ങളോ ഇതുവരെ തന്നിട്ടില്ല. തൃശ്ശൂരും അദ്ദേഹത്തിൻ്റെ ഒരു ഫണ്ടും എത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്.
തീർച്ചയായും സുരേഷ് ഗോപിയെ കാണാനായിട്ടാണ് വന്നു നിൽക്കുന്നത്. വലിയ തരത്തിലുള്ള ഒരു പ്രതീക്ഷ തന്നെയല്ലേ ഇപ്രാവശ്യം? അതെ അതെ, ഞങ്ങൾ അവണിശ്ശേരി പഞ്ചായത്തിലെ മെമ്പർമാരാണ്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യുന്ന, അതായത് ജനങ്ങളിൽ ഒരാളായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് സുരേഷ് ഗോപി ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി തന്നെ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാനാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. തീർച്ചയായും വളരെ വലിയ ആത്മവിശ്വാസം തന്നെയാണ് ഈ പ്രവർത്തകർക്കുമുള്ളത്. അവരൊക്കെ തന്നെ പൊതുജനങ്ങളടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും സുരേഷ് ഗോപി ഇപ്രാവശ്യം ജയിക്കുമെന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. അദ്ദേഹം ജയിക്കണമെന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങൾക്കുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൻ്റെ ഇത്രയും കാലങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന ഇവിടെ എം പിമാരായിട്ടുള്ള വ്യക്തികൾ ചെയ്യാത്ത ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ പ്രാവശ്യം തോറ്റിട്ട് പോലും അദ്ദേഹം 5 വർഷമായിട്ട് തൃശ്ശൂരിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ പ്രത്യേകത, ഒരു മനുഷ്യസ്നേഹിയാണ് അദ്ദേഹം. നല്ലൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് പരിപൂർണമായിട്ടുള്ള പിന്തുണ ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ജനങ്ങൾ കൊടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. സമ്പർക്കത്തിന് ഇറങ്ങുന്ന സമയത്തൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഫീലിങ്സ്, ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ഇദ്ദേഹത്തിനെ പോലൊരു വ്യക്തി ജയിച്ചു വന്നാൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരുവിധ സംശയവും നമുക്കില്ല. തീർച്ചയായും സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരിൽ മാറ്റമുണ്ടാകുമെന്ന് തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങളും വിശ്വസിക്കുന്നത്. ചേട്ടാ, സുരേഷ് ഗോപിയെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്? അതെ, സുരേഷ് ഗോപിനെ കാണാൻ വേണ്ടി വന്നതാണ്. ഇപ്രാവശ്യം സുരേഷ് ഗോപി ജയിക്കണമെന്ന് തന്നെയാണ്? ജയിക്കണം. എന്തുകൊണ്ട് ജയിക്കണമെന്നാണ്? തൃശ്ശൂരിൻ്റെ വികസനത്തിന് വേണ്ടി. മറ്റ് മുന്നണികളൊക്കെ ഇവിടെ ഭരിച്ചിരുന്നു, അപ്പോൾ എന്താ സംഭവിച്ചിട്ടുള്ളത്? മറ്റു മുന്നണികൾ ഭരിച്ചപ്പോൾ ഒരു കാര്യം ഉണ്ടായിട്ടില്ലേ? സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാലേ തൃശ്ശൂരിന് ഒരു മാറ്റം ഉണ്ടാവും? തൃശ്ശൂർ മാറ്റം ഉണ്ടാവും. തീർച്ചയായും പൊതുജനങ്ങളും ഇത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മളോടൊപ്പം ഈ ട്രേഡ് യൂണിയൻ തൊഴിലാളികളും ചേരുന്നുണ്ട്. ചേട്ടാ, സുരേഷ് ഗോപിയെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. വളരെ പ്രതീക്ഷയോടുകൂടെയാണ് ജനങ്ങളൊക്കെ ഈ അദ്ദേഹത്തെ നോക്കിക്കാണുന്നത്. എന്ത് തോന്നുന്നു? സുരേഷ് ഗോപി നല്ലൊരു വ്യക്തിയാണ്, ഞങ്ങൾക്കറിയാം. അത് കാരണം അത്ര തന്നെ. തീർച്ചയായും അവരൊക്കെ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം ഈ സുരേഷ് ഗോപി ഇപ്രാവശ്യം തൃശ്ശൂരിൽ ജയിച്ചു കഴിഞ്ഞാൽ വളരെ വികസനം കൊണ്ടുവരുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ജനങ്ങൾക്കെല്ലാം ഉള്ളത്. അത് തന്നെയാണ് നിങ്ങൾക്കുള്ളത്? പ്രതീക്ഷയാണ് എല്ലാവർക്കും. അദ്ദേഹം ജയിക്കേണ്ടത് തൃശ്ശൂർക്കാരുടെ ആവശ്യം തന്നെയാണ്. ആവശ്യമാണ്. തീർച്ചയായും അവരും വ്യക്തമാക്കുന്നത് തന്നെയാണ്. സുരേഷ് ഗോപി ഇപ്രാവശ്യം ജയിക്കണം, എങ്കിൽ മാത്രമേ തൃശ്ശൂരിലൊരു മാറ്റമുണ്ടാകൂ എന്നുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനെതിരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തുന്ന ഓരോ മേഖലയും, അതായത് ഇടതു വലതു മുന്നണികൾ ഒന്നിച്ചു നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ വർഗീയ ചേരിതിരിവുകൾ ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതൊക്കെ തന്നെ അദ്ദേഹം രാവിലെ മുതൽ വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ വലിയ തരത്തിലുള്ള പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുന്നത് ഇരു മുന്നണികളെയും ഭയപ്പാടിലാക്കിയിട്ടുണ്ട്. കാരണം തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ജനപിന്തുണ ലഭിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഇപ്രാവശ്യം സുരേഷ് ഗോപി തന്നെയാണ്. അതിൽ മാറ്റങ്ങളൊന്നുമില്ല. കാരണം ഈ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത് നിരവധി ജനങ്ങളാണ്. ആയിരക്കണക്കിനധികം ജനങ്ങളാണ് ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒഴുകിയെത്തിയത്. അതൊക്കെ തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. വളരെ വലിയൊരു പിന്തുണ അദ്ദേഹത്തിന് തൃശ്ശൂർ ലഭിക്കും. സുരേഷ് ഗോപിക്ക് വളരെ വലിയൊരു ജനപിന്തുണയാണ് തൃശ്ശൂർ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങളുടെ ആവശ്യം തന്നെയല്ല തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കണമെന്ന്? തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചാൽ തന്നെ തൃശ്ശൂർക്കാർക്ക് ഗുണമുള്ളൂ. അല്ലാണ്ട് മറ്റുള്ളവർ ജയിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ജനങ്ങളുടെ മൊത്തത്തിലുള്ള സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രതാപൻ ജയിച്ചിട്ട് അവിടെ പോയിട്ട് ഇംഗ്ലീഷിലുള്ളത് മലയാളത്തിൽ എഴുതി കൊടുത്തിട്ട് പോലും വായിക്കാൻ പറ്റുന്നില്ല. അതേപോലെ ഇന്നസെൻ്റ് പറഞ്ഞ കഥ പോലെ തന്നെയാണ് സുനിൽകുമാറിൻ്റെ അവസ്ഥ. അപ്പോൾ തൃശ്ശൂരിന് എന്തെങ്കിലും ഗുണം വേണമെങ്കിൽ, തൃശ്ശൂർക്കാർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കണമെങ്കിൽ, തൃശ്ശൂരിന് വികസനം വേണമെങ്കിൽ സുരേഷ് ഗോപി തന്നെ ജയിക്കണം. അത് ജനങ്ങളുടെ ആവശ്യമാണ്, തൃശ്ശൂർക്കാരുടെ ആവശ്യമാണത്. അദ്ദേഹത്തിനെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങളൊക്കെ പല മേഖലയിൽ നിന്നും ഉയർത്തുന്നുണ്ട്. അതിനൊന്നും അദ്ദേഹം വകവയ്ക്കുന്നില്ല. ജനങ്ങളുടെ വികസനം മാത്രമാണ് അദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്നത്. അദ്ദേഹം നല്ല മനസ്സുള്ള വ്യക്തിയാണ്. ആരോപണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വ്യക്തി നല്ലൊരു പ്രഭാവത്തിൽ നിൽക്കുമ്പോഴാണ് ഈ ആരോപണങ്ങൾ, ഒരുപാട് ആരോപണങ്ങളുടെ മേക്കിട്ട് വരിക. അപ്പോൾ അതായത് ഈ ആരോപണം, ഇപ്പോൾ അടുത്തുണ്ടായ ആരോപണം തന്നെ, ഈ കിരീടം കൊടുത്തതിനെ കുറിച്ചുള്ള ആരോപണം തന്നെ രൂപത അന്വേഷിക്കാനും അതിൻ്റെ തൂക്കം അളവും നിശ്ചയിക്കാനുമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊരു സമിതിനെ വരെ രൂപീകരിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് ഈ മറ്റുള്ള ആരോപണങ്ങളും മുഴുവൻ. ഈ ആരോപണങ്ങൾക്കൊന്നും കഴമ്പില്ല എന്നുള്ളത് തെളിയിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം അത് നേർച്ചയായിട്ടാണ് സമർപ്പിച്ചത്. അതിൻ്റെ തൂക്കവോ അളവോ ഒന്നും പരിശോധിക്കണമെന്നത് അദ്ദേഹം ആദ്യം തന്നെ എത്രയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും വ്യക്തമാക്കുന്നത് എന്നെ കൊണ്ടാകുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം. അതിൽ ഈ ഒരു കിരീടം കൊടുത്തതിൽ ഈ സ്വർണ്ണമാണോ അല്ലെങ്കിൽ മറ്റതാണോ, അതൊരു നേർച്ചയാണ്, വഴിപാടാണ്. ചിലപ്പോൾ ചിലവരെ കൊണ്ട് സാധിക്കുന്നത് സ്വർണ്ണത്തിൻ്റെ ആവാം, ചിലവർ ചെമ്പിൻ്റെ ആവാം, ചിലവർ പിച്ചളയാവാം, സ്വർണ്ണം പൂച്ചിയതാവാം, പലയിടത്തും നടക്കുന്നതല്ലേ. പക്ഷേ അദ്ദേഹം സ്വർണം കൊടുക്കാന്ന് പറഞ്ഞിട്ട് പറ്റിക്കും എന്നുള്ളത് തോന്നുന്നില്ല ജനങ്ങൾക്ക്. അങ്ങനെ ധാരണയില്ല. തീർച്ചയായും ജനങ്ങളുടെ ഒരു ആവശ്യമാണ് ഇപ്രാവശ്യം
പ്രാവശ്യം ഇവിടുന്ന് ഒരു MP, അതായത് സുരേഷ് ഗോപി തന്നെ ജയിക്കണമെന്നുള്ളത് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുകയാണ്. കഴിഞ്ഞ ദിവസവും വലിയ തരത്തിലുള്ള ജനപിന്തുണയുണ്ട്. ഈ അവണിശ്ശേരിയിലെ ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? തീർച്ചയായും അദ്ദേഹം ഇപ്പോൾ ഈ പ്രാതൽ കഴിഞ്ഞ ശേഷം ജനങ്ങളുമായി സംവദിക്കുകയാണ്. ജനങ്ങളൊക്കെ അദ്ദേഹത്തെ ആദരിക്കുകയാണ്. എന്തായാലും വിജയാശംസകൾ നേർന്നുകൊണ്ടാണ് സുരേഷ് ഗോപിയെ അവണിശ്ശേരിയിൽ നിന്നും, അതായത് ആദ്യ പര്യടനം നടക്കുന്ന അവണിശ്ശേരി ഈ പള്ളിയിൽ, സെൻറ്റ് ജോസഫ് പള്ളിയിൽ നിന്നും അദ്ദേഹം ഇവിടെ ഒരു ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഒരു കടയിൽ കയറിയിരുന്നു. അതിനുശേഷം ജനങ്ങളുമായി സംവദിക്കുകയാണ്. ജനങ്ങളുമായി എല്ലാ ജനങ്ങളും, അതായത് പൊതുജനങ്ങളും അതുപോലൊപ്പം തന്നെ ട്രേഡ് INTUC ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയൻ തൊഴിലാളികൾ അദ്ദേഹത്തോടൊപ്പം വന്ന് ചിത്രങ്ങൾ എടുക്കുകയാണ്. അവർ തന്നെയാണ് നേരത്തെയും നമ്മളോട് പ്രതികരിച്ചത്. സുരേഷ് ഗോപി എന്നുള്ള വ്യക്തിത്വം ഇവിടെ ജയിക്കണമെന്ന് INTUC യൂണിയനിലുള്ള, അതായത് നമുക്കെല്ലാവർക്കും അറിയാം കോൺഗ്രസിൻ്റെ തൊഴിലാളി സംഘടന തന്നെയാണ് INTUC. അത്തരം തൊഴിലാളികളായിട്ടുള്ള ആൾക്കാർ തന്നെ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് സുരേഷ് ഗോപി പ്രാവശ്യം ജയിക്കണം. കാരണം അവരുടെ തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ അവർക്ക് പോലും വിശ്വാസമില്ല എന്നുള്ള കാര്യം തന്നെയാണ് അവരുടെ മറുപടിയിലൂടെ വ്യക്തമാക്കുന്നത്. എന്തായാലും വളരെ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് BJP പ്രവർത്തകരും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയും. അതൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ്. ഓരോരുത്തരും അദ്ദേഹത്തെ കണ്ടുകൊണ്ട് വിശേഷങ്ങൾ അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വിജയാശംസകൾ അർപ്പിക്കുകയാണ്. എന്തായാലും അദ്ദേഹം ഈ അവണിശ്ശേരിയിൽ ഈ പര്യടനം പൂർത്തിയാക്കുമ്പോൾ വലിയ തരത്തിലുള്ള ഒരു ജനപിന്തുണ തന്നെയാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ഓരോ മേഖലയിലുള്ള ജനങ്ങൾ അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഇവിടെയുള്ള പര്യടനം പൂർത്തിയാക്കിയ ശേഷം അടുത്ത സ്ഥലത്തേക്ക് പോകുകയാണ്. അദ്ദേഹത്തിന് വളരെ വലിയ ആത്മവിശ്വാസം തന്നെയാണ്. അതോടൊപ്പം BJP നേതൃത്വവും വളരെ ആത്മവിശ്വാസം തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. ഇതോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ മറുപടിയും നമുക്കറിയാം. അവർക്ക് പറയുന്ന കാര്യം, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യകത തന്നെയാണ് ഈ സുരേഷ് ഗോപി ജയിക്കണമെന്നുള്ള കാര്യം. എന്തായാലും ഈ ദൃശ്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് വ്യക്തമാണ്. കൊച്ചുകുട്ടികളടക്കം അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി സുരേഷ് ഗോപി എന്താ പറഞ്ഞേ? ഫോട്ടോ എടുത്തോ? സന്തോഷമായോ? എടാ, സുരേഷ് ഗോപി പ്രാവശ്യം ജയിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇത്രയധികം ജനങ്ങൾ. അതെ, ജയിക്കണം, ഒരു മാറ്റം വേണം തൃശ്ശൂര്, അതാണ് ആഗ്രഹം. തൃശ്ശൂരിൽ മാറ്റം വേണ്ടേ? തീർച്ചയായും മനോജ്, വ്യക്തമാണ്. എന്തായാലും ഇന്നലെ മുതൽ നമ്മൾ ആ തൃശ്ശൂർ ജനതയുടെ ഒന്നാകെയുള്ള ഒരു ആവേശം കണ്ടതാണ്. ഓരോ ഇടങ്ങളിലും സ്ഥാനാർത്ഥി പര്യടനമായി എത്തുമ്പോൾ NDA സ്ഥാനാർത്ഥിക്ക് സുരേഷ് ഗോപിക്ക് നൽകുന്ന സ്വീകരണം, തൃശ്ശൂർ ജനത എപ്രകാരമാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. മുൻപില്ലാത്ത വണ്ണം ആവേശത്തിലാണ് പൊതുജനങ്ങളും. എന്തായാലും തൃശ്ശൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളും കാഴ്ചകളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്.